നൈന അവാർഡ് വാങ്ങിക്കാൻ വരില്ല എന്നറിഞ്ഞപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ് ആൻമേരിയുടെ അടുത്ത് നീ ആദർശിനെ വിളിച്ച് സംസാരിക്കുക എന്ന്. അങ്ങനെ ആൻമേരി ആദർശിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ് നയനമ്മയുടെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവാർഡ് വാങ്ങിക്കാൻ വരാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഫംഗ്ഷന് വേണ്ടി ഞങ്ങൾ ഹാൾ മുതൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നയനമ്മയുടെ ഇപ്പോൾ വൈകിയ സമയം വിളിച്ച് പറയുന്നത് ഫംഗ്ഷന് വരത്തില്ല എന്ന്. ആദർശാണ് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആൻമേരിയെ പറഞ്ഞാണ് ആദർശ അറിയുന്നത്. അപ്പോൾ ഞാൻ അനിയനോട് സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ആൻമേരിയ പറയുകയാണ് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം തന്നെ എടുക്കണമെന്ന്. മനുഷ്യന് വേണ്ടി ഞങ്ങൾ എല്ലാ കാര്യവും ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതിന് ശേഷമാണ് മാഡം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ അത് ഞങ്ങൾക്ക് സങ്കടമാവില്ലേ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദർശ പറയുകയാണ് ഞാൻ നൈനയുടെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യണം. അതിന് ശേഷം നൈനയെ ആദർശ വിളിക്കുകയാണ്. നൈനയുടെ അടുത്ത് പെട്ടെന്ന് ക്യാബിനിലേക്ക് വരാൻ പറയുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ നൈനയെ കാണുമ്പോൾ കുറച്ച് ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. ആദർശേട്ടൻ വലിയ ഗൗരവത്തിലാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ പറയുകയാണ് അങ്ങനെയുള്ള കാര്യമാണ് ഞാനിപ്പോൾ അറിഞ്ഞത്. എന്നെ ഇപ്പോൾ ആൻമേരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ തന്നെ നൈനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. എന്നിട്ട് ആദർശ ചോദിക്കുകയാണ് നീ എന്താ അവാർഡ് വാങ്ങിക്കാൻ ചെല്ലില്ല എന്ന് പറഞ്ഞത് എന്ന്. നീ എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നൈന പറയുകയാണ് എനിക്ക് ഈ അവാർഡ് വാങ്ങിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന്. അത് മാത്രമല്ല അവരെന്നോട് ചോദിച്ചിട്ടല്ലേ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടല്ലേ അവർ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് അവർ നിന്നെ വിളിച്ച് അറിയിച്ചായിരുന്നല്ലോ എന്ന്. എല്ലാം ശരിയാക്കിയതിന് ശേഷമല്ലേ എന്നെ വിളിച്ചറിയിച്ചത്, അതുകൊണ്ട് തന്നെ ഈ അവാർഡ് വാങ്ങിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് നൈന പറയുന്നു. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് അതിനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്ന് ദേഷ്യത്തിലാണ് ആദർശം ചോദിക്കുന്നത്. ആദർശമായിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലേ, എനിക്ക് അവാർഡ് വാങ്ങിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ തന്നെ നൈന അവിടെ നിന്ന് പോകുന്നു. നൈന ഇങ്ങനെ പോകുന്ന സമയത്ത് ആദർശ് ചോദിക്കണം അതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ നൈന പറയണം അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ നൈന അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ആദർശ് ആലോചിക്കുകയാണ് ഇത് അവളുടെ മറ്റൊരു മുഖമാണല്ലോ, അവൾ ഇങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കാത്തതാണല്ലോ, അവൾക്ക് എന്ത് പറ്റി എന്ന് ആലോചിച്ചുകൊണ്ട് ആദർശ് നിൽക്കുകയാണ്.